ജയ് ശ്രീ മഹാകാൾ. ഹര ഹർ മഹാദേവ്. ഉജ്ജയിൻ ക്ഷേത്രദർശന വീഡിയോയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. രാവിലെ തുടങ്ങിയ ക്ഷേത്രദർശനമാണ്. മറ്റു ക്ഷേത്രങ്ങളെല്ലാം ക്ഷേത്രദർശനം നടത്തിയതിന് ശേഷം ഞങ്ങൾ ഉജ്ജയിൻ മഹാകാൾ ക്ഷേത്രദർശനത്തിന് എത്തുമ്പോഴത്തേനും ഏകദേശം 2-2:30 മണി. അതായത് നല്ല വെയിലുണ്ട്, തണുപ്പ് കാലമാണ്, എന്നിരുന്നാലും നല്ല വെയിലുണ്ട് കേട്ടോ. ഉജ്ജയിൻ ക്ഷേത്രങ്ങളുടെ നഗരമാണ്. ഇത്രയധികം ക്ഷേത്രങ്ങളുടെ മറ്റൊരു നഗരം ഇന്ത്യയിലെങ്ങും തന്നെ കാണിയല്ല. നമ്മൾ ഈ വഴി പോകുന്നത്, അതായത് കോറിഡോർ വഴിയാണ് നമ്മൾ പോകുന്നത്. കോറിഡോർ നമ്മൾ നടന്ന് കാണണമെങ്കിൽ ഏകദേശം ഒരു 3 മണിക്കൂറെങ്കിലും വേണം. അപ്പോൾ ഇതിൽ നമ്മൾ അങ്ങോട്ട് പോവുകയാണ് ക്ഷേത്ര ദർശനത്തിനായിട്ട്. അത് എൻട്രൻസ് ഗേറ്റിലേക്ക് പോവുകയാണ്. പോകുന്നത് വേറെ, വരുന്നത് വേറെ, അങ്ങനെയാണ്. ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് ഭയങ്കര തിരക്കാണ് എന്നാണ് പറയപ്പെടുന്നത്. ഇന്നത്തെ ദിവസം അവിടെ മൊബൈൽ സൂക്ഷിച്ച് വെക്കുന്ന സ്ഥലമൊക്കെ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് മൊബൈലൊക്കെ പിടിച്ചുകൊണ്ട് തന്നെ പോകാവുന്നതാണ്. എൻട്രൻസ് ഗേറ്റിൻ്റെ പുറത്ത് തന്നെ ക്യൂ ഉണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ ക്യൂവിൽ നിൽക്കുന്നത്. ഇന്ന് ബുധനാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ചിന്താമൺ ഗണേശ ക്ഷേത്ര ദർശനത്തിനും കൂടി ഒന്ന് പോകണമെന്നുണ്ട്. എങ്ങനെ പോകും ഭഗവാനെ എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു പോയി. എന്തോ തമ്പുരാൻ എൻ്റെ പ്രാർത്ഥന കേട്ടു. അതുകൊണ്ട് തന്നെ എനിക്ക് ഏകദേശം 2 മണിക്കൂർ കൊണ്ട് ഇത്ര വലിയ ക്യൂവിലും ക്ഷേത്ര ദർശനം കഴിഞ്ഞിട്ട് വരുവാൻ സാധിച്ചു. ഞാനും മോളും കൂടിയാണ് ക്ഷേത്ര ദർശനത്തിന് പോയത്. 1 മണിയാകുമ്പോഴത്തേനും ഭഗവാന്റെ നിശുൽക്ക ഭോജനമുണ്ട്. അത് ഇങ്ങനെ വണ്ടികളിൽ ഓരോരോ ജംഗ്ഷനിൽ കൊണ്ടുപോയി നിർത്തി അവിടെയുള്ള എല്ലാ ആളുകൾക്കും ഭക്ഷണം കൊടുക്കുന്നതായിരിക്കും. അതായത് പൂരിയും കറിയും ഹൽവയും ഇത്രയാണ് നമുക്ക് കിട്ടുന്നത്. അത് ഓരോരോ ജംഗ്ഷനിൽ ഭഗവാന്റെ ദർശനത്തിന് വരുന്ന ആളുകൾ ഒരിക്കലും ഭക്ഷണത്തിന് വേണ്ടി ബുദ്ധിമുട്ടാൻ പാടില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ. ഭഗവാന്റെ പ്രസാദ ഭോജനം കഴിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ക്ഷേത്ര ദർശനത്തിനായിട്ട് ഇങ്ങോട്ട് പോകുന്നത്. ഗർഭഗൃഹത്തിൽ ഭഗവാന്റെ ദർശനത്തിന് ശേഷം ഞങ്ങളത് ഇങ്ങോട്ട് കയറി വന്നു. ഭൂമിയുടെ നിരപ്പിൽ നിന്നും ഒരുപാട് താഴെയാണ് ഗർഭഗൃഹം സ്ഥിതി ചെയ്യുന്നത്. ഇത് മഹാകാൾ ക്ഷേത്രത്തിലെ ഗണേശ ഭഗവാനാണ്. ഇവിടെ നിന്നും കയ്യിൽ ചരട് കെട്ടിക്കൊടുക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്. അതിനോട് ഭയങ്കര ക്യൂ ആണ്. അതുകൊണ്ട് ഞങ്ങൾ മാറി നിന്ന് ഭഗവാനെ തൊഴുത് പ്രാർത്ഥിച്ചതിന് ശേഷം അവിടുന്ന് മാറി വന്നു. ഗർഭഗൃഹത്തിലെ ദർശനത്തിന് ശേഷം നമ്മൾ കയറി വരുന്നത് ഇങ്ങോട്ടാണ്. 84 മഹാദേവ്, അതായത് 84 മഹാദേവ സ്വരൂപങ്ങളിൽ ഏതാനും മഹാദേവ സ്വരൂപ ക്ഷേത്രങ്ങൾ ഈ മഹാകാളേശ്വർ ക്ഷേത്ര കോമ്പൗണ്ടിനകത്ത് തന്നെ ഉണ്ട്. അതുമെല്ലാം നമ്മൾ ദർശനം ചെയ്തതിന് ശേഷം നമ്മളിനി പുറത്തോട്ട് പോകാൻ പോവുകയാണ്. ആ പോകുന്ന വഴിയിൽ നമ്മൾ കുറച്ചും കൂടെ ക്ഷേത്രങ്ങൾ ദർശനം നടത്തി പിന്നെയാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി പോകുന്നത്. അടുത്ത ഉജ്ജയിൻ കുംഭമേള വരാൻ പോകുന്നത് 2028-ലാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ കുറച്ച് പണികളും മറ്റു കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഉജ്ജയിൻ നഗരിയിലെ മഹാരാജാവാണ് മഹാകാൾ. ഒരുപാട് പോപ്പുലറായ വ്യക്തികൾ, അതായത് പ്രൈം മിനിസ്റ്റർ, ചീഫ് മിനിസ്റ്റർ, ഫിലിം സ്റ്റാറുകൾ, അങ്ങനെയുള്ളവരൊക്കെ വന്നു കഴിഞ്ഞാൽ രാത്രി ഒരിക്കലും ഉജ്ജയിൻ നഗരത്തിൽ താമസിക്കാൻ പാടില്ല. ആ നിയമം ഇന്നും പാലിച്ചു പോരുന്നു. രാജ്യത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ഭക്തർ ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തുകയാണ്. ഭസ്മ ആരതി നടക്കുന്ന ഒരേ ഒരു ജ്യോതിർലിംഗ ക്ഷേത്രമാണ് ഉജ്ജയിൻ മഹാകാളേശ്വർ. 3ാമത്തെ ജ്യോതിർലിംഗ ക്ഷേത്രമാണിത്. കൂടുതൽ വിവരങ്ങൾക്കായിട്ട് എൻ്റെ ഉജ്ജയിൻ മഹാകാളേശ്വര ക്ഷേത്ര ദർശന വീഡിയോ ഉണ്ട്. അത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. വീഡിയോ കണ്ട എല്ലാവർക്കും മഹാകാളേശ്വര അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.